ആ കാർത്തികേ, നീ പറഞ്ഞ സ്ഥലത്തിൽ എത്തി കേട്ടോ. ആ എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയാട്ടോ, രണ്ട് കട്ടലൊക്കെ ഉണ്ട്. എടി, ഞങ്ങൾ വിളിച്ചത് ഒരു താങ്ക്സ് പറയാനാണ്. നീ പറഞ്ഞ സ്ഥലം അടിപൊളിയാട്ടോ. ആ ഓക്കെ, എന്താ പരിപാടി? ആ ഞങ്ങള് ടെറസിൽ കാറ്റോളാൻ വന്നാണ്. അവിടെ ഞങ്ങളുടെ ടെറസ് കാണാൻ പറ്റേ? ആ അതേ, ഇവിടെ വീട് തുണി പിടിച്ച് കളിക്കുന്നുണ്ട്. എവിടെ? അയ്യോ അയ്യോ, തുണിയല്ല, അവളുടെ കയ്യിലൊരു തുണി നോക്കി പിടിച്ച് കളിക്കുന്നു. എടി, നിങ്ങൾക്ക് എന്താ പരിപാടി? ആ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താ? എന്നാ നമുക്ക് പബ് വരെ പോയാലോ? പക്ഷേ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ഗെയ് കപ്പിളായി പോയി നോക്കി, പക്ഷെ അവർ വിളിച്ചു. ആണോ? ആ അത് ഓക്കെ ആണോ? അതൊന്ന് വൈകുന്നേരം കാണാം കേട്ടോ. പക്ഷെ ഞാനാണ് ഞാൻ വൈബ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. വന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം. എന്റെ കുഞ്ഞ് വീണു. ഈ സച്ചിനടക്കം കുടിച്ച് പാറ വെച്ചോണ്ടിരിക്കുക. ഇത് നമ്മളിപ്പോ സഹായിക്കുമോ? ഞാൻ ഈ ചെക്കിനെ കൊണ്ട് ഞാൻ മടുത്തു. സച്ചിൻ നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൂടി പൂസാവില്ലെന്ന്? നമ്മുടെ റങ്കേട്ടൻ വാണിപ്പ് വിടുവാ. ഒരു ഹെൽപ്പ് ചെയ്യണം അണ്ണാ, ഞാൻ വരുന്നു അണ്ണാ. ആ ഹലോടി, ആടി ഞാനിപ്പോ വരാം. അവിടെ സച്ചിൻ മരിച്ച് പൂസായിട്ടിരിക്കുവോ? ആ വരുമല്ലോ, ഒരു സെക്കൻഡ്. എടാ സച്ചിന്, നീ ഓക്കെ അല്ലേ? ഞാൻ ഇപ്പൊ വരാട്ടോ. പെണ്ണിനെ നോക്കിയാ അണ്ണ ഇവിടെ 100 പെണ്ണുങ്ങളുണ്ട്. ഏതാ ആ ദൂരന്തമ്മേ? അതാ വിളക്കൊന്നും കയറ്റി വെച്ചിരുന്ന പെണ്ണ്, അവളാരല്ലേ? നീ എന്താണ് ഇപ്പൊ കുടിക്കാൻ പോയത്? എടോ, അങ്ങോട്ടൊന്ന് നോക്കിക്ക്. ഇതെന്താ ഇങ്ങോട്ട് വരാൻ അവിടെ പോയിട്ടാണ്. എനിക്കിവിടെ എന്നാ നടക്കുന്ന അറിയാമോ? എടാ, ഏതൊരു തെണ്ടി വന്നാലും പിടിച്ചോണ്ടിരിക്കുകയാണ്. അത് റീലും അല്ലായിരുന്നു. ആ എന്തെങ്കിലും ആകട്ടെ, ഇനി നമുക്ക് വീട്ടിൽ പോവാം. എന്റെ പൊന്നു റീനു, നീ സച്ചിനെ പിടിച്ചവിടെ ഫ്ലാറ്റായിട്ട് എടുക്കുക. എന്റെ ദൈവമേ. എടാ അമ്പാനെ, എന്റെ ശ്രീധരി പോയടാ അമ്പാനെ. എനിക്ക് അവളെ തന്നെ കാണാം. എടി, എല്ലാരും താഴല്ലേ, നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ആ എടി സത്യം, ലേറ്റ് ഞങ്ങൾക്ക് വീട്ടിൽ പോയാലോ? ആ ഒരാളെ മറന്നില്ല. എടി, ദേന നമ്മുടെ വണ്ടർലസ്റ്റ് അവിടെ ഉൾഫ് ഓടിച്ചോണ്ടിരിക്കുക. അതിലൊന്ന് പൊക്കിക്കൊണ്ട് വരൂ. നിങ്ങൾ എത്തിയോ? അല്ല, റീനു എവിടെ? അവളാ ക്ലബിൽ തന്നെ ഉറങ്ങിയോ? എന്റെ പൊന്നെ, ഞാനിവിടെ എത്തി. ആ സച്ചിൻ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയി പോയെ. എന്തിനാവട്ടെ, ഞാൻ ഈ ഉടുപ്പൊന്ന് മാറ്റിട്ട് വരാട്ടോ. അപ്പടി ഛർദിയിലുമാണ്. ആ ക്ലബിയൊക്കെ അടിച്ചു പൊളിച്ചത്. ആ അതിന്റെ ബാക്കിയല്ല അവിടെ കിടക്കണത്. എന്റെ ദൈവമേ, എന്തൊരു ഡാൻസ്! മൈക്കൽ ജാക്സൺ വരെ തോറ്റു കേട്ടോ. നീ പോടി. എടി കാത്തു, നീ ഇന്നൊരു ചേട്ടനെ കണ്ടാന്നോ? ഏത്? ആ വെള്ളം വെള്ളയായിട്ട് കപ്പേനെ പോലെ നിൽക്കുന്ന ചേട്ടനാ? അയ്യോ, ആ ചീന കോഴിയെ പോലെ ഇരിക്കുന്നു. ഈ പോടി, എനിക്ക് എന്തായാലും ചേട്ടനെ പിടിച്ചു. അയ്യോ, എന്റെ അമ്മ എത്ര മെച്ചാ. ഇന്ന് നീ കണ്ടില്ലേ സച്ചിൻ അവിടെ ഫ്ലാറ്റ് ആണെന്നപ്പോ സഹായിച്ചതാരാ? അങ്ങനെ
അയ്യോ അവളുടെ ഒരു അമലേട്ടൻ. അയ്യടാ നിന്റെ അമൃതേശിനേക്കാൾ ഉറപ്പായിട്ട് എന്റെ ചേട്ടനാ വരുന്നത്. എന്റെ പൊന്നു പിള്ളേരൊന്ന് നിർത്തിക്കേ. നമ്മുടെ ഡീസൻസി ഓണത്തിന് ഒരു ഡാൻസ് കളിക്കണ്ടേ, ഒരു തീം പോലും കിട്ടിയില്ല. ഒരു മിനിറ്റ്, ഞാനൊരു സമയം പറഞ്ഞേ. എന്റെ പൊന്നേ വേണ്ട. ഞാനൊരു ഐഡിയ പറയട്ടെ. ദേവരാഗം 2.0 രാധാകൃഷ്ണൻ തമ്മിലുള്ള ഡാൻസ് എങ്ങനെയുണ്ട്? ആ, നിങ്ങൾ എന്നെ പ്ലാൻ ചെയ്യുന്നത്? എടി, ഈ കാർത്തിക ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു. നമ്മുടെ BCMC ഓണത്തിന് ഡാൻസ് ദേവരാഗം 2.0. പക്ഷെ ഒരു രാധന വേണ്ടേ? എടി, അതിന് നമ്മൾ നീള് പെർഫെക്റ്റ് അല്ലേ? ഞാനോ? അപ്പൊ കൃഷ്ണനാരാ? അത് നമ്മൾ ഒപ്പിക്കാം. ആ, എന്തെങ്കിലാവട്ടെ, സമയം ലേറ്റായി, നമ്മൾ ഉറങ്ങാം. അണ്ണ എന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടുപിടിച്ചു. അവള് ഒരു BCMC ഓണത്തിന് ഒരു ഡാൻസ് കളിക്കുന്നു. ദേവരാഗം 2.0. അവള് നാട്. അപ്പോ അണ്ണനാണ് നമ്മുടെ കണ്ട കൃഷ്ണൻ. അണ്ണൻ ഒന്നും പേടിക്കണ്ട, ഞാൻ സെറ്റാക്കി. അണ്ണ ഞാൻ വന്നു. ഇത് എന്താണ് ബാലി, എത്ര നേരമായി ഞാനിവിടെ തുമ്പ് വീഴുന്നിരിക്കുന്നുണ്ട്. സോറി അണ്ണ, അപ്പൊ അണ്ണൻ വെട്ടിയല്ലേ? അമ്മാനെ ഒരു പ്രശ്നമില്ല, എനിക്ക് കൃഷ്ണൻ ആരാന്ന് അറിയില്ല. അണ്ണ കൃഷ്ണനെ അറിയത്തില്ലേ? നമുക്ക് സെറ്റാക്കാം. അണ്ണ പേടിക്കണ്ട, ആ ഓടത്തോല് പോയിട്ടുണ്ടോ? ഓക്കടാ മോനെ, എങ്ങനെയുണ്ട്? രംഗേട്ടല്ല, മറ്റേത്. അയ്യോ ഓക്കെ. എന്റെ പൊണ്ണ ഇതല്ല, മറ്റേത് പോയി എടുത്തോളൂ. ഓക്കെ അമ്മാനെ, കിട്ടി. അണ്ണ കാൽ ഇവിടെ ഇടുക, കൈ അവിടെ ഇടുക, കുണ്ടി അങ്ങോട്ട് തിരിക്കും. എന്റെ പൊണ്ണ അണ്ണ അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാൻ. അപ്പൊ BCMC ഓണത്തെ കാണത്തില്ലേ? ഓക്കടാ മോനെ.
സച്ചിനെ, നീ ഇപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നീ ഒരിക്കലും പറയത്തില്ല. പോയി പറയണം. എടാ നിൽക്കാനുള്ള ഇത് കുടിച്ചിട്ട് പോ, ഇച്ചിരി ധൈര്യം കിട്ടട്ടെ. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്ത് പറയാനാ? അല്ലടി, എനിക്കിപ്പോ അയ്യോ പണി പാളി. സച്ചിനെ മോനെ വാ, എനിക്ക് വല്ലതും കഴിക്കാനാണ്. എനിക്ക് അവിടെ തന്നെ കല്യാണം കഴിക്കണം, അല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല. എടി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒടുക്കത്തെ പ്രേമായി പോയി. സച്ചിനെ, നീ എന്തൊക്കെയാ പറയാ? ഞാൻ മടുത്തു. എന്റെ സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവാനും ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ഞാൻ മടുത്തു. ഒരു പട്ടീന്റെ പോലെ പറയാണ്. ഇതെന്താണ്? എന്ത് പറഞ്ഞാലും ഒരു കുടുംബമില്ലാത്തൊരു സ്ത്രീയോ? സ്ത്രീയോ? ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതെന്താണ് കോമഡി? സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ എന്നറിയാനോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് മനസ്സിലായി. എന്നാ ശരി, ഞാൻ പോവാണ്. ഒരു ഭയങ്കര കിട്ടോ? ഇല്ല? ഓക്കെ ഓക്കെ. അയ്യോ സച്ചിനെ, പോവല്ലേ, നിക്ക്. അവന്റെ പെണ്ണ പിന്നെ മനുഷ്യനോട് പ്രേമിക്കാൻ നോക്കുമ്പോഴാണ് ഇവന്റെ ഒരു കണ്ണാണ്. ഒരു പണി നോക്കണം. നീ എന്നോന്ന് ഇടിക്കലടാ. നീ ആർക്കും വേണ്ടിട്ട് ഇതൊക്കെ ചെയ്യണത്? പോയി ഡാൻസ് ചെയ്ത് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം. ഓടാ. ക്ലബിൽ ഓർമ്മയില്ലേ? എന്റെ അമ്മ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സ്നേഹം തന്ന പെണ്ണടിഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അയ്യോ ചേട്ടാ, ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാലോ. ഇങ്ങോട്ട് നോക്ക്. എന്റെ കൂട്ടുകാരിക്ക് ചേട്ടൻ്റെ അടുത്ത് ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു. ഞാനവളെ വിളിക്കട്ടെ? ഇതെന്താണ്? എല്ലാവർക്കും ആൾക്കാരുണ്ടല്ലോ, എനിക്ക് മാത്രമില്ല.
എടാ പൊന്നു മോനെ, നീ അതിനെ കുറിച്ച് ഒന്നും വിഷമിക്കണ്ട. അതിനൊക്കെയല്ല നമ്മളിവിടെ വന്നിട്ട്. എന്റെ അണ്ണനുണ്ടെങ്കിൽ എനിക്കത് മതി.